Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹായ് എല്ലാവർക്കും. ശക്തവും സത്യസന്ധവുമായ സിനിമാ റിവ്യൂകളുടെ ഇടമായ മൂവി സ്റ്റെല്ലാറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഭൂതകാലം, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങൾ സമ്മാനിച്ച രാഹുൽ സദാശിവന്റെ ഏറ്റവും പുതിയ മലയാളം ഹൊറർ ത്രില്ലറായ ഡീസ് ഇറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ തുടങ്ങി വെറും 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതൊരു സ്ഥിരം ഹൊറർ ചിത്രമല്ല. ഇത് സാവധാനത്തിലാണ് നീങ്ങുന്നത്, എങ്കിലും ഓരോ ഫ്രെയിമിനും ഒരു ഹൃദയമിടിപ്പുണ്ട്. ജിബിൻ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന മധു എന്ന സാധാരണ ബിൽഡിംഗ് കോൺട്രാക്ടറിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അയൽവാസിയായ കണി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നതോടെ ആളുകൾ അതിനെ ആത്മഹത്യയെന്ന് വിളിക്കുന്നു. അയാളുടെ ശാന്തമായ ജീവിതം തകരുന്നു. അവിടെ നിന്ന് നമ്മൾ രോഹനെ, പ്രണവ് മോഹൻലാൽ കണ്ടുമുട്ടുന്നു. അഹങ്കാരിയും സമ്പന്നനും പാർട്ടി ഇഷ്ടപ്പെടുന്നവനുമായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ രോഗം, സുഹൃത്തുക്കളും സംഗീതവും ഈഗോയും നിറഞ്ഞതാണ്. എന്നാൽ കണിയുടെ മരണവാർത്ത അറിയുന്നതോടെ അതെല്ലാം മാറുന്നു. അവളുടെ വീട് സന്ദർശിക്കുമ്പോൾ അവൻ അശ്രദ്ധമായി ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് എടുക്കുന്നു. ഭയാനകമായ എന്തോ ഒന്നിനെയാണ് താൻ കൂടെ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ തന്നെ. ആദ്യമെല്ലാം സാധാരണ പോലെയായിരുന്നു. എന്നാൽ പതുക്കെ വിചിത്രമായ ശബ്ദങ്ങൾ അവന്റെ ആഡംബര വസതിയിൽ നിറയാൻ തുടങ്ങുന്നു. ചിലങ്കയുടെ രോഹന്റെ രാത്രികൾ അസഹനീയമാകുന്നു. പ്രേതബാധയേറ്റതുപോലെ, കുടുങ്ങിപ്പോയതുപോലെ, മാനസികനില തെറ്റുന്നതുപോലെ അവൻ അനുഭവപ്പെടുന്നു. നിരാശനായ അവൻ പാരമ്പര്യമായി ജ്യോത്സ്യന്മാരുള്ള കുടുംബത്തിൽ നിന്നുള്ള മധുവിന്റെ അടുത്തേക്ക് സഹായത്തിനായി ചെല്ലുന്നു. ചില ആത്മാക്കൾ എളുപ്പത്തിൽ വിശ്രമിക്കില്ലെന്ന് മധുവിനറിയാം. പ്രത്യേകിച്ച് ദേഷ്യത്തോടെയോ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെയോ മരിക്കുന്നവർ. അവരിരുവരും ചേർന്ന് കണിയുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് മനുഷ്യയുക്തിക്കോ ശക്തിക്കോ. ഈ സിനിമയുടെ സാങ്കേതിക വശം അതിഗംഭീരമാണ്. ക്രിസ്റ്റോസ് സേവ്യറുടെ മനസ്സിനെ വേട്ടയാടുന്ന പശ്ചാത്തല സംഗീതം ഓരോ നിമിഷത്തെയും ഉയർത്തുന്നു. അത് പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുകയല്ല, അത് ദൃശ്യങ്ങൾക്കൊപ്പം ശ്വസിക്കുകയാണ്. ചിലങ്കയുടെ ശബ്ദം, സ്വരങ്ങൾക്കിടയിലെ നിശബ്ദത, ഉയരുന്ന പിരിമുറുക്കം എല്ലാം കഥയുടെ ഭാവവുമായി പൂർണ്ണമായി ഇഴുകിച്ചേരുന്നു. ഛായാഗ്രഹണം വളരെ ഷാർപ്പും. പ്രകടനത്തിന്റെ കാര്യത്തിൽ പ്രണവ് മോഹൻലാൽ തന്റെ ഏറ്റവും പക്വതയുള്ള അഥവാ മെച്യോർ അഭിനയം കാഴ്ചവെക്കുന്നു. ഭയം അവന്റെ കണ്ണുകളെ കീഴടക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ജിബിൻ ഗോപിനാഥ് തന്റെ ശാന്തവും എന്നാൽ വേട്ടയാടപ്പെട്ടതുമായ സാന്നിധ്യം കൊണ്ട് കഥയ്ക്ക് ആഴം നൽകുന്നു. എളുപ്പത്തിൽ ഓവർ ഡ്രമാറ്റിക് ആകുമായിരുന്ന ഒരു കഥയ്ക്ക് ഇരുവരും ചേർന്ന് റിയലിസം നൽകുന്നു. സിനിമയുടെ ക്രെഡിറ്റ്സ് കഴിഞ്ഞ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡൈസ് ഈരായ ജംപ് സ്കെയർ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതല്ല. ഇന്റലിജന്റും വൈകാരികമായി സമ്പന്നവുമായ ഇമോഷണലി റിച്ച് ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഈ ചിത്രം. ഇത് ഇരുണ്ടതും സാവധാനത്തിലുള്ളതും ആഴത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്നതുമാണ്. എന്നാൽ മരണത്തെയും പശ്ചാത്താപത്തെയും മോചനത്തെയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മനോഹരവുമാണ്. അന്തിമവിധി: നിങ്ങൾക്ക് ഭൂതകാലം അല്ലെങ്കിൽ ഭ്രമയുഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ